ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു ഇഫ്താർ സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള, നല്ല ചെറുതായിട്ട് അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവോള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയ പൊട്ടറ്റോ ജസ്റ്റ് ഉപ്പ് ഇട്ട് വേവിച്ചതാണ്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതാണിത്. അത് ഇതിലേക്ക് ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ ഒറിഗാനോ ആണ്. അത് ഓപ്ഷണലാണ്, കൈയുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് നല്ല ചെറുതായിട്ടായിരുന്നു കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് പൊട്ടറ്റോന് പകരമായിട്ട് വേണമെങ്കിൽ ചിക്കനൊക്കെ യൂസ് ചെയ്യാം. അതേപോലെ നല്ല എരിവൊക്കെ വേണമെങ്കിൽ കുരുമുളക് പൊടിയോ ചില്ലി ഫ്ലേക്സോ പച്ചമുളകൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് പീസസ് ആണ്. ഒരു ബ്രെഡ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ബ്രെഡ് എടുക്കുമ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കുക. നല്ല ഹാർഡായിട്ടുള്ള ബ്രെഡൊക്കെയാണ് കയ്യിലുള്ളതെങ്കിൽ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിനെ നല്ല റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഒരു മൂടിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിനെ വീണ്ടും നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു ബ്രെഡ് വെച്ചിട്ട് നമുക്ക് 2 എണ്ണം ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നമുക്ക് ഇതിനൊരു കോണാക്കിയിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഒരു പീസ് എടുക്കുക. ഇത് സ്റ്റിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെള്ളമാണ് കേട്ടോ ഇത് ഒട്ടാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. വെള്ളം നന്നായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 സൈഡും ഒരേപോലെ പിടിച്ചിട്ട് മുകളിലേക്കൊന്ന് കയറ്റി വെക്കുക. ആ എൻഡൊക്കെ നന്നായിട്ട് ക്ലോസ് ആവണം, അവിടെ ഗ്യാപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഇതൊരു കോണായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് മസാല ഒന്നും വേണ്ട, 1 ടീസ്പൂൺ മസാല മതിയാവും. നമ്മുടെ ഈ കോണിൻ്റെ ഒരു പകുതി വരെ മാത്രം മസാല മതിയാവും. മസാല വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നാൽ മാത്രമേ താഴത്തേക്കൊക്കെ മസാല എത്തുള്ളൂ. പിന്നെ വീണ്ടും ഇതിൻ്റെ ചുറ്റിലും ഉൾഭാഗത്തായിട്ട് ചുറ്റിലും ഒന്ന് നനച്ചു കൊടുക്കുക. നന്നായിട്ട് നനച്ചു കൊടുക്കണേ, എന്നാലേ ഒട്ടുള്ളൂ. ഇതേപോലെ എനിക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു സൈഡ് ഒരു ഹാഫ് പോർഷനിൽ ഇതേപോലെ വെള്ളമാക്കി കൊടുക്കുക. പിന്നെ 2 സൈഡും ഒരേപോലെ പിടിച്ചിട്ട് മുകളിലേക്കാക്കി വലിച്ചെടുക്കുക. എന്നിട്ട് ഈ കോർണറൊക്കെ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തത് മൈദൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് വെള്ളമാക്കി കൊടുക്കണം, എന്നാലേ നന്നായിട്ട് സ്റ്റിക്കാവുള്ളൂ. അല്ലെങ്കിൽ വല്ല ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്കൊക്കെ എണ്ണ കയറും. പിന്നെ മസാല വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് മസാല മതിയാവും. ഒരുപാട് മസാല വെച്ചാൽ നമ്മളിത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ആ മസാല പുറത്തേക്ക് പോരും. ചുറ്റിലും നന്നായിട്ടൊന്ന് വെള്ളാക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ആ മുകൾ ഭാഗവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനെ ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഫ്രീസറിൽ വെച്ചെടുക്കുകയാണെങ്കിൽ ആ എണ്ണ കൂടി ഉണ്ടാവില്ല. പിന്നെ ഇതേപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് കുറേ കാലം ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. ഇതിപ്പോൾ ഫ്രീസറിൽ നിന്ന് 1/2 മണിക്കൂർ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നല്ല ഹാർഡായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. പിന്നെ ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റിയെടുക്കാം. ചിക്കൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ടോ എഗ്ഗ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ മസാലയിൽ കച്ചപ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. താങ്ക് യു. ബൈ.